സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ബോട്ടിലൊക്കെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് ലെറ്റേഴ്സും ഹാർട്ടിൻ്റെ ഷേപ്പിലും ഒക്കെ നമ്മൾ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ റോള് ക്ലേ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പെൻ ഉപയോഗിച്ചിട്ടോ മാർക്കർ ഉപയോഗിച്ചിട്ടോ അതിൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു സിസേഴ്സോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ നല്ലൊരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കത്തി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരിയോടെ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുറേ ഹാർട്ടുകൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി അടുത്തത് ഈ ഹാർട്ടുകളിലെല്ലാം നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാർട്ടുകളെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കളർ ചെയ്യാം, അതല്ല ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷവും കളർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഹാർട്ടുകളിലും കളർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹാർട്ടുകളെല്ലാം കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെറ്റേഴ്സ് ഓരോന്നായിട്ട് കളർ അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ബ്ലാക്ക് മെറ്റാലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലും നമുക്ക് നന്നായിട്ടൊന്ന് കളർ അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ലെറ്റേഴ്സും കളർ ചെയ്തു. അങ്ങനെ നമ്മളെല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ലെറ്റേഴ്സ് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലെറ്റേഴ്സിൻ്റെ ഷേപ്പിൽ തന്നെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലെറ്റേഴ്സ് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. ഇത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കത്തി എടുത്തത്. പക്ഷേ ഇതിലും ഭേദം നമ്മുടെ കൈകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ലെറ്റേഴ്സ് എല്ലാം കറക്റ്റ് ഒന്ന് ആക്കാൻ വേണ്ടി നമുക്ക് ഈ കത്തി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലെറ്റേഴ്സ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് താഴ്ഭാഗത്തും ആ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ കളർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കളർ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒട്ടിച്ചതിന് ശേഷമാണെങ്കിലും കളർ ചെയ്ത് കൊടുത്താൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്തെടുക്കാം. ഈ ലെറ്റേഴ്സ് ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ പശ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ ലെറ്റർ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാർട്ട് ഷേപ്പുകളൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ചെറിയൊരു റോസാ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പെയിൻ്റൊക്കെ അടിച്ചു വന്നപ്പോൾ എനിക്കൊന്ന് ക്യാമറയിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാലും അത് റോസാപ്പൂവാണ് കിട്ടും. അപ്പോൾ നമുക്കിനി നമ്മുടെ ഹാർട്ടുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ ഡയലോഗ്സ് ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഹാർട്ടുകൾ കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ഹാർട്ടുകൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ളതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെറുതും വലുതുമായിട്ട് ചെയ്തെടുക്കാം. ഒരേ ഷേപ്പിലുള്ള ഹാർട്ടുകൾ വേണമെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം. ഈ ഇടയ്ക്കായിട്ട് നമ്മൾ ചെറിയ ചെറിയ ഹാർട്ടുകളോടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലുള്ള നല്ല നല്ല ബോട്ടിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കി അവർക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ പേജ്